ഒരു അധ്യയന വർഷം മുഴുവൻ പഠിക്കാം 3000 രൂപയ്ക്ക്. ഇപ്പോൾ തന്നെ ഈ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യൂ. 5, 4, 3, 2, 1, 0. തന്നെ ആഴ്ചയിലൊരിക്കലും ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ മെഗാ ഇവന്റ് ആയിട്ടുള്ള സൂപ്പർ പവർ നിങ്ങൾ വലിയ രീതിയിലാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആഴ്ചയിലെ സൂപ്പർ പവറിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പോ സൂപ്പർ പവർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹൈ സൂപ്പർ പവറോട് കൂടി ഇന്നത്തെ നമ്മുടെ ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴേ ഇങ്ങനെ ബാക്കിൽ നിന്നിട്ട് ഇവരോടൊക്കെ ചവിട്ടി പൊട്ടിച്ചോണ്ടിരിക്കുക. അപ്പൊ മതി, നിർത്താം. ഇനി നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോവാ. സോ ലെറ്റ്സ് വെൽക്കം ദ എന്റെ ടീം ടു സൂപ്പർ പവർ. എന്തായാലും പതിവിലേറെ സുന്ദരിയായിട്ടുണ്ട്. കോളാമ്പി മൈക്കിന്റെ ഉള്ളിൽ കൂടെ കേറിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചേക്കണായിരുന്നു. ഈ നീണ്ട കോളാമ്പി മൈക്കില്ലേ പണ്ടത്തെ അനൗൺസ്മെന്റിന് പോണ ഫ്രണ്ടിൽ ചെറിയ കോളാമ്പി, ബാക്കിൽ വലിയ കോളാമ്പി. ലക്ഷ്മി നടന്നു വന്നിട്ടേ കാലില്ല ഒഴുകി വരൂല ഇങ്ങനെ അവിടെ വന്നു. എന്ത് രസമാണ്. കറക്റ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, മോശമല്ലേ തലിവേന്റെ കൊട്ട ഇതാണ്. കാലയില് വീല് ഫിറ്റ് ചെയ്തിട്ട് വന്നായിരുന്നു. കറക്റ്റല്ലേ? ഇത് വിട്ടോണ്ട് MMS ബസ്സിൽ കയറിയിട്ട് കടുത്തുരുത്തി വരെ ഒന്ന് പോണം. അത് നല്ല കോളേജ് വിടണ സമയത്ത്. പുല്ല് വെട്ടിയേ ടോപ്പ് വെച്ചേക്കുന്നു. ഞങ്ങളുടെ ടീമിൽ ഒട്ടകപ്പച്ചിയത്. അതെ, പശുവിന്റെ അടുത്തൊന്നും പോയി നിക്കല്ലേ, ആനം പോവും. അല്ല, ഐഷോ ഒന്ന് കയറിയെന്ന് ശേഷം ഒന്ന് കാണട്ടെ. മൈഡിയർ കരടിയോ? ചേച്ചി, നമുക്ക് സൂപ്പർ പവർ ആകുമ്പോ കുറച്ച് പവറിൽ തുടങ്ങാം ചേച്ചി. പവർ ഇട്ടു. ദേഷ്യം വന്നിട്ടേ കടിച്ച് പറിച്ച് പവറിൽ തുടങ്ങാൻ പറഞ്ഞ എങ്ങനെയാണ്? പവറിൽ തുടങ്ങും ചേച്ചി. ഇല്ല, ഒന്നും വേണ്ട, നല്ലൊരു കോമഡി പറയൂ. ഇന്ന് എന്റെ സ്റ്റോക്ക് ഒന്നുമില്ല. ബാക്കിയുള്ളവരെ പുച്ഛിച്ചത് ബാക്കിയുള്ളവരെ പുച്ഛിക്ക്. എനിക്ക് വേണ്ടി നിർമ്മൽ പാലാഴി 2 അടിക്കും. അല്ല, 2 അല്ല, 2 കൗണ്ടർ അടിക്കും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്റ്റാർ മാജിക് ടീമിന്റെ കൂടെ സൂപ്പർ പവറില് സ്റ്റാർ മാജിക്കിലൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു പോക്ക്? കൈ ഇങ്ങനെ വെക്കണ എങ്ങനെയുണ്ടെന്ന് വെക്കണ ഇങ്ങനെ വെക്കണം. ആരുടെ പോക്കാ? ബിനിച്ചേട്ടന്റെ പോക്ക് അത്ര ശരിയല്ലെന്ന് എനിക്കറിയാം. പലപ്പോഴും തോന്നിയിട്ടുണ്ടല്ലേ എന്താ പറയാ മോശമാണെന്ന് തോന്നാൻ കാരണം എന്താ? എന്റെ കയ്യാല വന്ന് പിടിച്ചേക്കണം. ഞാൻ മോശമാണെന്ന് പറഞ്ഞ പിന്നെ ബിനിച്ചേട്ടനെ എനിക്കിന്ന് ബിനിച്ചേട്ടനെ തല്ലാൻ വയ്യ. ഞാൻ കുറെ ആയിട്ട് ഞാൻ ബിനിച്ചേട്ടനെ തല്ല. അപ്പൊ ഇന്ന് ബിനിച്ചേട്ടൻ ജയിക്കണം, അതിന്റെ വലിയൊരു ആഗ്രഹമാണ്. ഞാൻ അപ്പുറത്തെ ടീമിലാണെങ്കിൽ എന്റെ കേരളമൊക്കെ ഇവിടെ ആയിരിക്കും. ചേട്ടൻ ഇവിടെ ആയിരിക്കും. ചേട്ടൻ ജയിക്കണം, ജയിച്ചിരിക്കണം. ഇനിയിപ്പോ അഥവാ ബിൻചേട്ടൻ നിന്ന് തോറ്റോന്നിരിക്കട്ടെ, എന്റെ അടി വിളുകൊള്ളു. ഞാൻ ശരി ശരി, അത് കുഴപ്പമില്ലോ. അത് ഞാൻ പറഞ്ഞില്ല. ചേച്ചി ഗോപുരം ഒന്ന് മാറ്റോ, ഞാൻ പോകട്ടെ. ധൈര്യമായിട്ട് ഗോപുരമല്ല, പിരമിഡ്. ഓക്കെ, അപ്പളേ നമ്മുടെ സ്റ്റാർ മാജിക്കിലേക്ക്, അതായത് ഇവിടെ കൗണ്ടറുകൾക്ക് ക്ഷാമുണ്ടെങ്കിൽ കൗണ്ടർ ഇങ്ങനെ വാരി വെതറാനായിട്ട് ഇന്നത്തെ നമ്മുടെ ഒരു ഈവന്റിൽ വൈകി ഒരു വസന്തം വരാൻ പോവാണ്. അതായത് വസന്തം മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ആകുമ്പോ ഇത്തിരി വൈകിട്ട് വീണ്ടും ഈ വസന്തത്തെ നമ്മൾ കൊണ്ടുവരാൻ പോവാ. ഓൾറൗണ്ടർ നമുക്ക് സ്വാഗതം ചെയ്യാം, ശ്രീ സന്തോഷ് പണ്ഡിറ്റ്.
ആദ്യം തന്നെ അല്ലെ ഞാൻ ഈ പരിപാടി ഇവിടെ അല്ല ഇങ്ങനെ ടി വിയിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ ചില മഹാന്മാർക്കൊക്കെ ഒരു സംശയമുണ്ട്. പാവം ഞങ്ങളെ എന്റെ ഗുരു എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ ടീം സ്ഥിരമായി തോൽക്കുന്നു. ഇതാണോ ഗുരു? ജയിക്കണം. സന്തോഷേട്ടാ, ഇതാണോ ഗുരു? സ്ഥിരമായിട്ടുണ്ട്. ഇയാൾ ആര് വെച്ചാൽ എന്നും പൊട്ടി നാറുന്നു. എന്തുകൊണ്ട്? അല്ല സോറി എന്തുകൊണ്ട് ചെറിയ പരാജയം നേരിടുന്നു? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണോ, ഞങ്ങൾ ബോധപൂർവം പരാജയപ്പെടുകയാണ്. അത് അപ്പോഴാണല്ലോ നമുക്ക് ഇങ്ങോട്ട് തല്ലിട്ട. അതെ. അപ്പൊ നല്ല കിട്ടുമ്പോഴാണ് നവരസങ്ങൾ നമ്മുടെ മുഖത്ത്. എന്റെ കണ്ണി കൂത്തരുത്. അല്ല നിങ്ങള് ഗുരു ഞങ്ങളുടെ ഗുരുവും ശിഷ്യനാണ്. വളരെ അപ്പൊ ഞങ്ങൾ തോറ്റു കൊടുക്കുകയായിരുന്നു. അതെ. ഇന്നലെ രാത്രി കുറെ കഷ്ടപ്പെട്ടു തോന്നുന്നു ഇങ്ങനെ ഇറക്കും. അത് ഞങ്ങൾ ഇറക്കും. ഞങ്ങള് ചേട്ടൻ പേടിക്കണ്ട, തോൽക്കുന്നുള്ള പേടിക്കണ്ട. ചേട്ടൻ ഇപ്പുറത്തെ ടീമിലാ. ഗുരു ഇവിടെ വന്നിട്ട് ഞങ്ങൾ ജയിക്കും. ഇന്നലെ KSRTC ബസ് ഓടിക്കായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത്തവണ ഞങ്ങൾ ജയിക്കാൻ തീരുമാനിച്ചു. എടാ ഞങ്ങളുടെ സത്യനെ നിങ്ങൾ കൊണ്ടുപോയടാ. അല്ല, ഇനി അവിടെ കുറ്റം പറ. എന്റെ ടീമാണ്. ഈ ബിനൂജിന്റെ ടീമിന്റെ ഏറ്റവും വലിയ കുഴപ്പത്തിനാൽ ഈ ക്യാപ്റ്റൻ ശരിയല്ല. ക്യാപ്റ്റനെ ഒരു കോൺഫിഡൻസ്. ഗുരുവിനോട് ബഹുമാനത്തോടുകൂടി പെരുമാറണം. ഗുരുവല്ലേ പണ്ഡിതൻ പാമരനൊന്ന് സംസാരിച്ചോണ്ട്. ഇത്ര നാളായിട്ട് എവിടെയായിരുന്നു മിസ്റ്റർ പണ്ഡിതൻ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കോട്ട് വാടകയ്ക്കാണ് അത് സ്വന്തമാണത്? ഒരാള് ഓസിക്ക് തന്നു. അങ്ങനെ പറ. എനിക്ക് തോന്നി അതുകൊണ്ട് എത്ര പവർ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. പണ്ടിച്ചിയോ? വന്നല്ലോ ടീമേ. അയലക്കറിക്ക് വേപ്പിലിട്ടില്ല എന്ന് കരുതി അയലക്കറി ചീത്തയെന്ന് ആരും പറയൂലട്ടാ. ഫോട്ടോ വെച്ച ടീമേ മറുപടി പറയാനുണ്ട് ഞങ്ങൾക്ക്. മറുപടി പറയോ? മനസ്സിലായില്ലേ? അയലക്കറിയിലെ കറിവേപ്പിലാണ് ഇവൻ. ഇന്ന് ഒരു ലോറി കയറ്റാൻ പാകത്തിനുള്ള 3 ടീമുകളാണ് ഇതിനകത്ത് മത്സരിക്കുന്നത്. അതാണ്. ഒന്ന് പണ്ഡിറ്റ്, ഒന്ന് ബിനീഷ്, ഒന്ന് ഷിയാസ്. പിന്നെ ഒന്ന് അടിമാലി. ഇദ്ദേഹത്തിനുള്ള ഒരു മറുപടി ഒരു പാട്ടിലൂടെ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പാടിക്കോ. പ്രിയമുള്ളവരെ, സന്തോഷ് പണ്ഡിറ്റിന്റെ പരാജയത്തിന്റെ പടുകുഴി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും കമ്പിപ്പാറ വെച്ച് അടർത്തിയെടുത്ത ഏതാനും വരികളാണ് ഇവിടെ കീച്ചാൻ പോകുന്നത്. കീച്ചിക്കോ. കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനല്ല, പോലെ ആകും മോനെ, ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ, ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ, ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ, ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോ കൂട്ടം വിട്ടങ്ങ് ഓടും മോനെ, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോനെ, പുലിയെ പോലെ നടന്നോനെല്ലാം എലിയെ പോലെ ജീവിക്കും മോനെ. ചേട്ടാ എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പാട്ട് ഞാൻ കേട്ടിട്ടില്ല. അടിപൊളി. താങ്ക് യു. ഈ കുരങ്ങനൊക്കെ ശരിക്കും ഇങ്ങനെ കൂട്ടമായിട്ടാണല്ലോ അത് മൃഗങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. കുരങ്ങനെ ഭംശോളം അത് ഒരു ഇതിലേക്ക് ചാടുമ്പോൾ അത് വീണു പോയാൽ മറ്റുള്ള കുരങ്ങന്മാർ പിന്നെ അതിനെ മൈൻഡ് ചെയ്യൂല, പിന്നെ അത് ഒറ്റയ്ക്കാവും. അപ്പൊ അതേസമയം നിങ്ങൾ കല്യാണം കഴിച്ചാൽ അതൊരു ഫെയിലർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അതാ കല്യാണം കൊടുത്ത മോളതാ തിരിച്ചു വന്നിരിക്കുന്നത്, അല്ലേതാ ഓനാ പെൺകുട്ടീനെ കല്യാണം കഴിച്ച ആ പ്രശ്നം ഈ പ്രശ്നം, പിന്നെ നമുക്ക് വീട്ടുകാരുടെ ഇടയിൽ ഒരു ഇത് കിട്ടൂല. സത്യം പറഞ്ഞാൽ ചാട്ടം പിഴച്ച ഒരു കുരങ്ങന്റെ അവസ്ഥയാ. കല്യാണം കഴിച്ചു അത് ഫെയിലർ ആയാൽ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചാട്ടം പിഴച്ചൊരു കുരങ്ങനെ പോൽ കൂട്ടം വിട്ടങ്ങ് ഓടും പോനെ, പിന്നെ അവന്റെ അവസ്ഥ കൂട്ടം വിട്ട അവസ്ഥ. സൂപ്പർ അർത്ഥമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതാണ് ഐശ്വര്യ, ഇതാണ് ഇതിന്റെ കഥാസാരം. ഇത്രയും വലിയൊരു തത്വം 4 വഴിയിലൂടെ ചേട്ടൻ ലോകം മുഴുവൻ അറിയിച്ചത്. ഓ ചേട്ടൻ ഒരു വിസ്മയ ലോകം തന്നെ ചേട്ടാ. താങ്ക് യു, താങ്ക് യു. ചേട്ടത് കുരങ്ങനെ കണ്ട് എഴുതാണ്, ചേട്ടൻ കുരങ്ങന്മാരെ കൂടെ ഇരുന്ന് എഴുതാണ്. എങ്ങനെയാണത് സംഭവം? അല്ല ഞാൻ ഒറ്റയ്ക്കായിട്ട് എഴുതി. പിന്നെ ഇടയ്ക്ക് ഞാൻ ഷിയാസിനെ ഓർത്തിരുന്നു. അങ്ങനെ അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിരുന്നാണ് എഴുതിയത്? അല്ല, ഞങ്ങൾ ഒരുമിച്ചില്ല, പുള്ളി എന്നെ ഓർത്തുന്ന്. നമ്മൾ ഇനി അടുത്ത പാട്ട് കേൾക്കാൻ വേണ്ടി പോവാണ്. അതായത് സുധിച്ചേട്ടന്റെ ഒരു പാട്ട് നമ്മൾ കേട്ടിട്ട് കുറേ നാളായി. അതും പാരഡി സോങ്. ലക്ഷ്മി അതൊക്കെ വേണോ? അത് വേണം. ഞാൻ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിയതാണ്. സ്പോട്ടിൽ എഴുതിയതാ. വാ ആരെ നോക്കി എഴുതിയത്? ഇവരെ നോക്കി എഴുതിയത്? ഇവരെ നോക്കി എഴുതിയത്? കേട്ടിട്ട് പറയാം. വാ.
ഇതിന്റെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പിന്നെ അല്ലാതെ അതുകൊണ്ട് അല്ലേ ഇന്ന് വരെ അരമണിക്കൂർ കൊണ്ട് ആരും പാട്ട് എഴുതിയ ചരിത്രമില്ല. ഞാൻ ചെന്ന് വിളിച്ച ഏതേലും പെണ്ണുങ്ങൾ ഇറങ്ങി വരൂ. അല്ല past tense ആവാലോ. ഇത് എന്റെ ജീവിതം പോലെ ഉണ്ടല്ലോ ഇവിടെ പറയാം. ആഹാ ആ കഥയിലേക്ക് വരാം. ആദ്യം ഈ പാട്ട് കേൾക്കാം. ഐശ്വര്യല്ല ശരത്താണ് സന്ധ്യ വഴി വന്നു നിൽപ്പൂ മണർകാട് നിന്നും കടം വാങ്ങി വന്നു. ശരത്താണ് സന്ധ്യ വഴി വന്നു നിൽപ്പൂ മണർകാട് നിന്നും കടം വാങ്ങി വന്നു. കളിയായി ഞാൻ തിരിയായി ഞാൻ പറഞ്ഞില്ലേ അന്നൊരാ വാഴത്തോട്ടത്തിൽ പരദേവനെ അറിയാതെ ഞാൻ പറഞ്ഞില്ലേ അതിനാൽ ചാന്തേ നിൽക്കുന്നു. ശരത്താണു സന്ധ്യ വഴി വന്നു നിൽപ്പൂ മണർകാട് നിന്നും കടം വാങ്ങി വന്നു. ആരാരും കാണാതിവിടെ വന്നികേറ്റിൻ്റെ മുന്നിൽ ഇരിപ്പൂ. ആരാരും കാണാതിവിടെ വന്നികേറ്റിൻ്റെ മുന്നിൽ ഇരിപ്പൂ. സുന്ദരി നിന്നെ വിളിച്ചിടാൻ സുന്ദരനായി ഞാൻ വരുന്നിതാ. ആരും കാണാതോടി വാടി ഹൃദയം തളർന്നിതാ. അന്ത്യ വെട്ടെന്നു വാ ഹൃദയം തളർന്നിതാ. സന്ധ്യ പടയുന്നു വാ പട്ടിയുടെ കടി കൊള്ളാതിരിക്കുവാ പൊന്നു പെണ്ണെ നീ വാ. ശരത്താണു സന്ധ്യ വഴി വന്നു നിൽപ്പൂ മണർകാട് നിന്നും കടം വാങ്ങി വന്നു. കളിയായി ഞാൻ ചിരിയായി ഞാൻ പറഞ്ഞില്ലേ അന്നൊരാ വാഴത്തോട്ടത്തിൽ പരദേവതെ അറിയാതെ ഞാൻ പറഞ്ഞില്ലേ അതിനാൽ ഞാൻ ദേ നിൽക്കുന്നു. ശരത്താണു സന്ധ്യ വഴി വന്നു നിൽപ്പൂ മണർകാട് നിന്നും കടം വാങ്ങി വന്നു. അദ്ദേഹത്തിന്റെ സംശയം തീർന്നു. ഇനി ചോദിക്കില്ലല്ലോ ഈ പാട്ടാരെ എഴുതിയത്. പക്ഷെ സംഗീതം അദ്ദേഹം അല്ല കൊടുത്ത്. അത് വേറെ ഒരു സിനിമാ പാട്ട്. അനുവിനൊരു സംശയം. അല്ല ശരത്ത് എങ്ങനെയാ സന്ധ്യ ആവുന്നത്? ശരത്താണ് സന്ധ്യ. സന്ധ്യ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ പേരാണ്. അപ്പൊ ശരത്തോ? അത് ശരത്ത് ശരത്ത് സന്ധ്യ ഞാൻ എന്ന് പറഞ്ഞു. ശരത്താണ് സന്ധ്യ വഴി അങ്ങനെ ഞാൻ ദേ വന്ന് നിൽക്കുന്നു. ഇയാസിന്റെ കൂട്ടുകൂട്ടി കൊണ്ട് പറ്റിപ്പോയതാ. മറ്റേ പ്രേമേന്ദ്രന്റെ ലീലാവിലാസം എന്നാ റിലീസ് ആവുന്നേ? അത് അവിടെ ചോദിക്കും. അവിടെയല്ല ഇവിടെ. ആ എന്നാ പണ്ഡിത്തിന്റെ കാര്യങ്ങൾ എല്ലാം അറിയാലോ അല്ലേ? അല്ല മോളെ ഇപ്പൊ തിയേറ്റർ ശരിക്കും പറഞ്ഞ 1.5 വർഷമായിട്ട് തിയേറ്റർ കടഞ്ഞടക്കല്ലേ. അപ്പൊ അതിന് ഇനിയിപ്പോ എന്താ ഡിസംബർ ആവും. പാട്ടിൽ ഒരു അരമണിക്കൂർ മുമ്പ് ചേട്ടൻ എഴുതിയതാ. ഇന്ന് രസമായിട്ടാ പാടിയെന്ന്. Thank you. അടിപൊളി നല്ല തുതി ഒന്നും പറയാനില്ല. താങ്ക് യു അളിയ. താങ്ക് യു. ഇനി ഇവക്ക് പാടണമെന്നാ പറഞ്ഞേ. നീ അരമണിക്കൂർ കൊണ്ട് എഴുതിയ വല്ലതും ഉണ്ടോ? 4 വരി ഇവള് പാടുമെന്ന്. ഇല്ല ബിനീഷിന്റെ ഉണ്ട്. അയ്യോ ഇതിപ്പോ പരിപാടി മാറി ടോപ്പ് സിംഗർ ആയോ? ഈ ഒരു പാട്ടിന്റെ ഹാങ് ഓവറിൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോ സുചേട്ടൻ അസലായിട്ട് പാടി ഈ പാട്ട് ഒരുപാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ബാക്ക് സ്റ്റേജില്. നമുക്ക് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിലേക്കും വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം നവ്യ ചേച്ചി. ലെറ്റ്സ് വെൽക്കം നവ്യ.
എടാ അനുവാണോ സന്തോഷത്തിന്റെ കാലിൽ കല്ല് വെച്ചെറിഞ്ഞ് ഞൊണ്ടി കിടക്കണ കണ്ടില്ലേ? നമുക്ക് ആ സ്റ്റെപ്പ് കളിച്ചാൽ അത് നല്ല സ്റ്റെപ്പ് സഹായിക്കണം ചേച്ചി. ഒരാൾ ഇത്രയും ഞൊണ്ടി കിടക്കണ കാണുമ്പോഴേ നമുക്ക് സഹായിക്കാനുള്ള ഒരു മനസ്സ് ചേച്ചിക്ക് വേണം. എങ്ങനെയാണ്? അല്ല നവ്യ പുള്ളി ഭയങ്കര സ്റ്റെപ്പ് കളിച്ചായിരുന്നു ഇതിന്. അല്ല നവ്യ അത് കാണാതെ പോകരുത്. ഞാൻ കണ്ടു. ഇല്ല ശ്രദ്ധിച്ചു കാണില്ല, നമ്മൾ ആ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണോണ്ടാ ഞാൻ വന്നപ്പോ ശ്രദ്ധ എന്നിലേക്കായി ഇത് കണ്ടില്ല അത്. ഒന്ന് കാണിച്ചു കൊടുത്തത്. അതെ ഒരു പണ്ടിന്റെ ശരിക്കൊന്ന് നോക്കിയപ്പോൾ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? അതല്ല അയ്യോ പണ്ഡിറ്റിന്റെ ഡാൻസ് ഉഗ്രനാണെന്നൊന്നും ഞാൻ വെറുതെ പറയില്ല. പക്ഷെ പണ്ട് കൊച്ചിലെ നല്ലോണം അക്ക് കളിച്ചിട്ടുണ്ട് പുള്ളി. ഈ ഒരു step കണ്ടിട്ടല്ലേ? കൊറേ അക്ക് കളിച്ചിട്ടുണ്ട്. അതിപ്പോ ശ്രമിച്ചാലും സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടും. ഏത് കാര്യമായാലും ഡാൻസ് ആയാലും എന്തായാലും നമുക്ക് നമ്മളതായ ഒരു സ്റ്റൈൽ ഉണ്ടാവണം. സ്റ്റൈൽ ഉണ്ടാവണം. അതെ. അതാണിപ്പോ നേരത്തെ വായി പാടിയപ്പോഴും ഞാൻ പറഞ്ഞ വേറെ ആളുടെ മ്യൂസിക്. ഇവിടെ ബിനീഷും അങ്ങനെ തന്നെയാണ് സർ. നവ്യ ഈ ഡാൻസിനെ കുറിച്ച് നവ്യയുടെ അഭിപ്രായം പറയും. അദ്ദേഹം ഒരു ഡാൻസർ അല്ല. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ആ ഒരു ഒരു ഓളത്തിൽ അങ്ങ് ചെയ്തു. എന്തോ ചെയ്തു. ഓളം ആ ഓളമാണ് പ്രശ്നം. ഒരു ഓളത്തില് അങ്ങ് ചെയ്തു. എന്തായാലും സന്തോഷ് ചേട്ടന് ഒരുപാട് ആരാധകരുള്ളതാണ്. നാളെ മുതൽ ഈ ഒരു സ്റ്റെപ്പ് ഒരു ചരിത്രമായി മാറും. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും കോപ്പി അടിക്കാനായിട്ട് ഒരു അവസരം ഞങ്ങൾ തരികയാണ്. നവ്യ ചേച്ചി, വെൽക്കം ടു സൂപ്പർ പവർ. കിഡിലൻ കോസ്റ്റ്യൂം കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ പണ്ഡിറ്റിന്റെ അത്ര വന്നില്ല. അത് ഞാൻ പറയാം. അത് എവിടെ ഞാൻ പറയാം. ഇവര് ശരിക്കും പറഞ്ഞ ഇവര് ആരംഭകാലത്തായാലും ഇവര് ഫസ്റ്റ് സിനിമ എടുത്തോ ഇപ്പൊ ഇവർ അതേപോലെ ഉണ്ട്. അല്ല ഒരു കോസ്റ്റ്യൂം വേറെ സൈഡ്. അതിന്റെ രഹസ്യം എന്താന്നുള്ള ഒന്നും അറിയാൻ. അതെ അതെ നല്ലത് ചിന്തിക്കുന്നു, നല്ലത് ചെയ്യുന്നു. അല്ല മേഡം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഇതില്ലാത്ത സമയത്ത് മണല് വരാൻ പോവാം. ബാക്കിയുള്ള ഇത് കാണുന്ന മറ്റുള്ള അല്ലെ അവർക്ക് അവർ എന്തെങ്കിലും ചെയ്യല്ലോ മേഡം? ദിവസം എക്സസൈസ് ചെയ്യുന്നുണ്ടോ ദിവസം? കുറച്ച് നാളായിട്ട് നല്ല തിരക്കുള്ളതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇനി ചെയ്യും. ഞാൻ നല്ലോണം വർക്കൗട്ട് ഒക്കെ ചെയ്യും. ഭക്ഷണം എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഭക്ഷണവും ശ്രദ്ധിക്കാറ്. ഡയറ്റ് ഡയറ്റ് ശ്രദ്ധിക്കാറ്. കാണുന്നവർ ശ്രദ്ധിച്ച് സന്തോഷ് ചേട്ടാ, പുറത്തൊരു കൊറിയർ വന്നിട്ടുണ്ട് സന്തോഷ് ചേട്ടന്. ആണോ? സന്തോഷ് ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും അറിഞ്ഞോ? ഇതാണ് പാർസലാണോ? ഞങ്ങൾക്കറിയില്ല. ഇൻഫോർമേഷൻ കൊറിയർ പോയിട്ട് വാ ശിഷ്യ, പോയിട്ട് വാ ശിഷ്യ. ചേച്ചി, ഇനി ചേച്ചി പറയൂ ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങള്? എന്താന്നറിയില്ല, ബിനു ചേട്ടൻ ഇന്ന് നല്ല കോസ്റ്റ്യൂം ആണെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ എന്നെ നോക്കി ഇത് തിരിഞ്ഞു നിൽക്കണു. ഇല്ല തിരിഞ്ഞു നിൽക്കും. ഞാനിത് ഇവിടെ വരാൻ വേണ്ടി തിരിഞ്ഞു നിന്നാലും നല്ലതാണെന്ന് പറയാം. പാവാട ഇത് ഇതല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊക്കി മേളിലോട്ട് പിടിക്കുക. അപ്പൊ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റൂല. സീൻ പിടിക്കാലോ അല്ലേ? ആ നമ്മളെ അങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ ഉദ്ദേശിച്ചിട്ടായി. വരാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ഒരു കാര്യം പറയട്ടെ, ഈ ഒരു സംശയം, ഈ കാക്കയൊക്കെ പിടിക്കുന്ന സാധനത്തിന് വരുന്നത് എങ്ങനെ? കവണക്ക. തെറ്റാലി കവണ എന്ന് പറയും. കവണ കവണ ബാക്കി പറ. കൗണ്ടർ ആ സാധനത്തിന്റെ പേര് പറയാൻ. ചേട്ടൻ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അല്ല അത് പറ. ആ സാധനത്തിന് എന്തൊരു കൗണ്ടർ? ആനു ഞാൻ ഇനിയിപ്പോ ഇവള് പറയുന്നില്ല, ഞാൻ പറയാം. ഈ തെറ്റാലി അരയിൽ വെച്ച് കെട്ടിക്കൊണ്ട് എന്തിനാ വന്നേക്കണേന്ന് ചോദിക്കുന്നു. അതിന്റെ പേരറിയാഞ്ഞിട്ട് ഒരു രക്ഷയും തരുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്റെ ക്യാപ്റ്റനെ തല്ലട്ടെ? അത് പറ. കയ്യിൽ മൊത്തം കൊണ്ടുപോയില്ലേ? കുഴപ്പമില്ല, എന്റെ ചക്കര ഞാനൊന്നും പറയില്ല. കോഴിക്കോട് നിന്ന് വന്ന ഒരാള് കൊറിയർ മേടിക്കാൻ പോയി. ഇവിടെ എന്നാ ചെയ്യണ്ടേ? ചേച്ചി, അപ്പൊ സൂപ്പർ പവറിനെ പറ്റി സ്റ്റാർ മാജിക് ആസ് യൂഷ്വൽ നമ്മൾ ഇന്നും അടിച്ചു വിളിക്കുന്നു. പക്ഷെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഈവന്റ് ആണ്. മണിക്കൂറുകൾ നീണ്ട, ആഴ്ചയിൽ ഒരിക്കൽ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇട്ടുകൊടുക്കുന്ന രീതിയിലാണ്. എല്ലാവരും എല്ലാ ദിവസമൊക്കെ ആക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് സൂപ്പർ പവറിനെ പറ്റി പറയാനുള്ളത്? സൂപ്പർ പവറാണ്. അതാണ് എനിക്ക് ശരിക്കും മറ്റേ എപ്പിസോഡ്സിനെക്കാട്ടിലും സൂപ്പർ പവറിൽ വരുമ്പോഴുള്ള സന്തോഷം എന്താന്ന് വെച്ചാല് ഇവരുടെയൊക്കെ കുറച്ചും കൂടെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് എനിക്ക് കാണാൻ പറ്റും. കുറെ സ്കിറ്റ് കാണാൻ പറ്റും, നല്ല ഡാൻസ് കാണാൻ പറ്റും, ചമ്മണത് കാണാൻ പറ്റും. അതൊക്കെ ചുരുക്കാണ്. പിന്നെ അഖിലിന്റെ വക ഒരു പെർഫോമൻസ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൊണ്ടും കളറാണ്. ഒരു വലിയൊരു സദ്യയാണെന്ന് അർത്ഥം അല്ലേ? ഇഷ്ടമാണ്. അതെ. അപ്പൊ ഇന്നത്തെ ആ സദ്യയിൽ മധുരണ്ണനുണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചിയുണ്ട്, കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്. അടുത്ത ശ്വാസത്തിൽ ഞാൻ അവനോട് പറയുന്ന അവനറിയാം. അപ്പൊ ഇന്നത്തെ ആ ഒരു ഫീസ്റ്റിലേക്ക് അല്ലെങ്കിൽ സദ്യയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ പോവാണ്. അടിച്ചു വിളിക്കല്ലേ എല്ലാരും? അടിച്ച് പൊളിച്ചിട്ട് കേസ് ഞാൻ നടത്തും. പോരെ? എന്നാ ശരി. അല്ല, കൊറിയർ വാങ്ങാൻ പോയ ഒരാൾ ഇതുവരെ തിരിച്ചു വന്നില്ല. കൊറിയർ എന്തോ കനത്തില് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അയ്യോ ദേ വരുന്നു സന്തോഷേട്ടൻ. ഇപ്പൊ പറഞ്ഞല്ലോ സന്തോഷേട്ടനെ പറ്റിട്ട്. ഭയങ്കര നാണമൊക്കെ തിരിച്ചു വരുമ്പോ പോയ പോലെ അല്ലല്ലോ. ഇതെന്ത്
ഓ കൊറിയറിൽ പോയിട്ടില്ലേ? കണ്ടു പടി മക്കളെ, കണ്ടോ എന്റെ ഒരു ഫാൻസുകാരൻ എനിക്ക് സ്റ്റാർ മാജിക്കിൽ നമ്മൾ സ്ഥിരം വരുന്നത്. അപ്പൊ അവര് ഫ്ലവേഴ്സിന്റെ പറമ്പിൽ പോയി പൂവൂട്ടിക്കൊണ്ടു അല്ലല്ല അയ്യടാ ഫാൻസ് കാരനാണോ കാര്യാണോ? അത് പറയില്ല. ഞാൻ പറയുന്നു, ഇപ്പൊ ഒരു KSRTC ബസ് സ്റ്റാൻഡിൽ പോകുന്നു, അവര് ആ ക്യാൻറ്റീൻകാരൻ എനിക്ക് ചായയും പരിപ്പൊടിയും ഫ്രീ തരുന്നു. ഒരു ജ്വല്ലറി പോയി അവർ സ്വർണം തരുന്നു. ഒരു റെഡിമെയ്ഡ് ഷോപ്പിൽ പോയി അവർ കോട്ടൺ തരുന്നു. ഒരു ശവപ്പെട്ടി ഷോപ്പിൽ പോയി അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് തരുന്നു. ഈ ഷൗക്കട്ടിയുടെ കൗണ്ടർ അടിക്കാൻ വേണ്ടിട്ടായിരുന്നു ഇത്രയും കൊണ്ടുവന്നത്. അതെന്നെ അല്ലാതെ ചുരുക്കത്തില് നവ്യ full ഓസ. അല്ല എന്തായാലും ഇവരടിക്കുന്നതിനേക്കാൾ ബെറ്റർ അല്ലേ? അങ്ങനെ പറയാൻ പറ്റൂല. ആ നിലവാരേ ഉള്ളൂ അല്ലേ? അല്ല, ആ നിലവാരേ ഉള്ളൂ. ഇതിലും കുറച്ചുകൂടെ വേളില്ല അവര്. ചേട്ടാ സാധനങ്ങളൊക്കെ ചുമ്മാ തരില്ലല്ലോ, ആരും പൈസ കൊടുത്തിട്ടേ തരണേ. ഇപ്പൊ ഇതും പൈസ ചേട്ടാ അങ്ങോട്ട് കൊടുത്തിട്ടാണോ തന്നേ? പിന്നെ മിസ്റ്റർ ജാക്കി ചാന്റെ പെങ്ങൾ, നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഏതായാലും അത് ഞാൻ തൽക്കാലം മോളെ മേടിച്ചോ? അവളെ ഈ പഴയ സാധനങ്ങളൊക്കെ മേടിക്കണ ആക്രി സാധനം എന്ത് കിട്ടിയാലും അവള് മേടിക്കും. അയ്യടാ മോളെ നമ്മൾ സ്നേഹത്തിലല്ലേ? അല്ല കൊടുത്തവരും വാങ്ങുന്നവരും ഇല്ലാത്ത പ്രശ്നം. ഇവക്ക് അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആരൊക്കെ ക്ലോസ് കിട്ടിയാൽ മതി. അത് കള്ളാസ് പോവാണ്, കള്ളാസ്. കള്ളാസ് സ്നേഹത്തോട് തന്നേല്ലേ? എന്താ ബിനീഷ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ മലയാളം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. മലയാളം മാത്രമേ ചെയ്യാറുള്ളൂ. മലയാളം മാത്രമേ ചെയ്യാറുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ണാടി വെച്ച് വരുന്ന ഈ സ്പെക്സ് ഇട്ട് വരുന്ന ഒരേ ഒരാള് ബിനീഷായിരുന്നു. പക്ഷെ ഇങ്ങോട്ടൊരു എൻട്രി വന്നപ്പോഴത്തേക്കും മൂപ്പര ദൂരി കണ്ട. എനിക്ക് ബിനീഷിനെ കാണുമ്പോഴെല്ലാം മൂപ്പര ഓർമ്മ വരുമായിരുന്നു പണ്ടും. അല്ല അത് കറക്റ്റ്. ഒരു സിനിമാക്കാരൻ എന്നുള്ള രീതിയിൽ എനിക്കൊരു ജാടയില്ല എന്ന് എനിക്ക് ഭയങ്കര വിഷമം. കാരണം ഒരു ലേശം ജാട ഉണ്ടെങ്കിൽ എല്ലാവരും നോക്കുള്ളൂ. അപ്പൊ ഒരു ജാട കിട്ടിക്കോട്ടെ എന്ന് രീതിയിൽ അല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഗ്ലാസിന്റെ പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ അടുത്തിടയ്ക്ക് ഇവിടെ ഒരു സീനിയർ ആക്ടർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു സിനിമയിലേക്ക് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പറഞ്ഞു സാധാരണഗതിയിൽ വിക്രം, വിജയ് അല്ലെങ്കിൽ മമ്മൂക്ക, ലാലേട്ടൻ ഇങ്ങനെയുള്ളവരെ വിളിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യാനാ ഇഷ്ടം സന്തോഷേട്ടൻ അങ്ങനെ പറഞ്ഞു. ശരിയാണോ? ആരെ അല്ല ഞാൻ പറയുന്ന ഒരുപാട് കേസ് വന്നിട്ടുണ്ട്. പക്ഷെ ജനറലി ഞാൻ നോക്കാം. കേസോ? ഞാൻ പറയുന്നു ഒരുപാട് പ്രൊജക്ട് ഒരുപാട് ഒരുപാട് എന്ന് പറയുന്ന ആയിരക്കണക്കിനല്ല, തെറ്റിദ്ധരിക്കരുത്. അത്യാവശ്യം പ്രൊജക്ട്സ് വന്നിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും നോക്കുന്ന വെച്ചാൽ നമ്മൾ എടുത്തൊരു പടം പുറത്തിറങ്ങണം. ഞാൻ പറയുന്നു അതാണ് എനിക്ക് മെയിൻ. കാരണം ഓരോ സിനിമയ്ക്ക് ഓരോ തലയിലെഴുത്തുണ്ട്. ചിലപ്പോൾ വിജയിക്കും പരാജയപ്പെടും. അപ്പൊ നമുക്ക് പുറത്തിറങ്ങുന്ന ഉറപ്പുള്ള പലപ്പോഴുള്ള പ്രൊജക്ട് എന്ന് പറയുന്നത് അത്യാവശ്യം സ്റ്റാർസിന്റെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകൻ അല്ലെ അറിയപ്പെടുന്ന ഒരു ബാനർ ആ അർത്ഥത്തിലായിരിക്കാം അവര് ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെയൊന്നും ഉദ്ദേശിച്ചു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അപ്പൊ അവരുടെയൊക്കെ ഒരു വർക്കിന്റെ ഒരു ഭാഗമാകുമ്പോ പടം പുറത്തിറങ്ങും. പൈസ കിട്ടുന്ന വെച്ചിട്ട് എവിടെയും തല വെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പുറത്തിറങ്ങണം. വിജയിച്ചോ പരാജയപ്പെട്ടോ അതാണ് അത്. അവര് ദയവ് ചെയ്ത് സന്തോഷേട്ടനെ ഗ്ലാസ് ഊരാൻ അനുവദിക്കരുത്. ഗ്ലാസ് ഊരിയ പുള്ളി ക്ലാസ് തരും. സന്തോഷേട്ടാ, നമുക്ക് ഈ ട്രെയിൻ പാളത്തിൽ തല വെക്കുന്നതിനോട് എന്താ അഭിപ്രായം? അല്ല ഞാൻ പറയുന്നത് ബാക്കിയൊക്കെ എത്രയും പെട്ടെന്ന് ചിന്തിക്കാവുന്ന കാര്യമാണ് അല്ലേ? എടാ അത് ഇറ്റ് ഡിപ്പെൻസ്. കോമഡി കൂടുന്നുണ്ടെന്ന് കമ്മിറ്റി അടുത്ത എപ്പിസോഡിൽ അടിച്ചാലോ? സന്തോഷ് പണ്ഡിറ്റ്, എവിടെയാണ് നിങ്ങൾ? ഈ ടീമിൽ വരൂ. എന്താ പോയി നിൽക്കാതെ ഇത്തവണ ജയിക്കണം എന്നുണ്ടോ? ഒന്നും വിചാരിക്കരുത്. സ്റ്റാർ മാജിക്കില് ഇന്ന് ഗസ്റ്റുകളോട് ഗസ്റ്റ് ആണ്. ഏതായാലും ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നവി ചേച്ചിയുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. ഇത്തിരി കൂടെ എളുപ്പത്തിൽ പറയുകയാണെങ്കിലേ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ക്ലോസ് ആയിട്ടില്ല. അതെ.
വെൽക്കം സ്വാഗതം നമ്മുടെ സൂപ്പർ പവറിലേക്ക്. ഒരു വലിയ കൈഡി കൊടുക്കാം. നവ്യചേച്ചിയുടെ മുഖത്ത് ഇന്നൊരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ആണ് കേട്ടോ. കാരണം ഇവരെന്ന് പറഞ്ഞാൽ മച്ച ഭയങ്കര ചങ്ക്സ് ആണ്. സോ ഒരു ചങ്ക് ഇങ്ങനെ വന്നപ്പോ എന്ത് തോന്നി? വിഷമം തോന്നി? കൗണ്ടറിന്റെ ആശാത്യാണ്, ഒരു രക്ഷയില്ല. പക്ഷെ പല കൗണ്ടറും നമുക്ക് വെളിയിൽ പറയാൻ പറ്റില്ല. എങ്ങനത്തെ കോമഡി കോമഡിയാ? പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉള്ള ഇമേജ് കംപ്ലീറ്റ് നമ്മൾ രണ്ടുപേരും വരുമ്പോ സന്തോഷേട്ടൻ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ഞങ്ങളത് ട്യൂൺ ചെയ്തു. അപ്പൊ ഞങ്ങളത് ട്യൂൺ ചെയ്തു. ഊപ്പര് 4 പേര് പാടി, നമ്മള് കൂടെ പാടും. എന്റെ പാട്ടെടുത്താ ഞാൻ അടുത്ത് വന്ന് നിൽക്കുന്നു. സാള് പാടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും അത് പാടും. ഓ ഇനിയും കേൾക്കണം. അതിന്റെ കൂടെ പാടാടി, കൂടെ തുടങ്ങും. അതല്ല ഇപ്പോ. അപ്പൊ ഇനിയും കൊറിയർ വരുമോ? വേറെ എന്തെങ്കിലും വരും, പാടട്ടെ. പാടട്ടെ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം ചുറ്റും തേടി സുടരേ, ചുറ്റും തേടി സുടരേ, എന്നോലകം ഉன்னை சுற்றுதே. உன் பாதம் தொட்டு தொட்டு உரச என் இதயம் பற்றிக் கொள்ளுதே. സാർ ഒരു അല്ല ഓക്കെ അല്ല പാടുമെന്ന് പറയുമ്പോ എന്റെ അല്ല ഞാൻ പറഞ്ഞത് ഒരൊറ്റ ഉണ്ട്. ഇപ്പൊ ഇവര് ഇവിടെ മ്യൂസിക് സാധാരണഗതിയിൽ അവര് ആദ്യമായിട്ട് കേൾക്കുന്ന പാട്ട് അവരിട്ടിരിക്കുന്ന മ്യൂസിക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷെ എന്നെ ഈ പാട്ടിന്റെ ഇതിലെ നമുക്ക് ആ മ്യൂസിക്കിൽ പാടാൻ പറ്റൂല ശരിക്കും പറഞ്ഞാൽ. അല്ല ഒരു ഒറ്റ ഉണ്ട്. പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം കാലൊടിഞ്ഞ കട്ടിലാണ് മോന്, കിളിയെ പോലെ നടന്നോനല്ല എലിയെ പോലെ ജീവിക്കും മോന്, ചാട്ടം പിഴച്ചൊരു കുഞ്ഞനെ പോലെ ഓടും മോന്, ചാട്ടം പിഴച്ചൊരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞ ജീവിതം ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി അല്ലേ? ആൾക്ക് ഞങ്ങളുടെ കൂടെ പാടാൻ പറ്റില്ല, ഞങ്ങൾക്ക് അതാണ് അതിന്റെ സംഭവം. ആ പാട്ട് വേറെ പാട്ട് പാടിയാലോ? നമുക്ക് ഇങ്ങനെ കളിക്കാം. ശരി അല്ല ഓക്കെ. നെഞ്ചുലയ്ക്കും പഞ്ചമിക്കും വാദ്യമേളം വേണം, ശുദ്ധി തങ്ങും വൃശ്ചികത്തിനും അല്ല പകൽ പോയതറിയാത്ത തമസിൽ ഞാൻ അലയുന്നു മനസ്സിന്റെ സൃഷ്ടിയോ. ഉണർത്താറില്ല സ്വപ്നങ്ങളെന്നിലവേ ഉയർത്താറില്ല. താണ്ടി വരുവായ വിളയാണ് ജോഡി ദേവൈ. അടുത്ത ചേട്ടൻ നമ്മുടെ ടീമായിരുന്നല്ലേ. മഞ്ഞു തുള്ളിയായി ഭാവിച്ചു കണ്ണു നീ ചോര നിന്ദയാ നോവുന്നു നിന്നുള്ളം മണിത്തക്ക തേങ്ങി നമസിൽ ദുഃഖമൊളിച്ചു ദസരിമമാമക ഗാരിരി 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 സാസ ദഗ ദദ പാ പാമഗരി സരി പാമഗരി മഗ സരി സാനി
നിങ്ങൾക്ക് പാടാൻ പറ്റും. നമ്മുടെ സന്തോഷ് ജിയുടെ പാട്ട് പാടാൻ നിങ്ങൾക്ക് പറ്റൂല. മ്യൂസിക് ഈസ് ദ നെയിം ഓഫ് ലവ്. യുവർ നെയിം ഈസ് ലവ്. Kissing is the part of love. Memory is the result of night. രാത്രി മല്ലിക തോർത്ത് അറിവില്ലൊളി തേനിറങ്ങൊരു ആകമാലിക ചൂടാ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുള പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലഡ്ഡു പൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലഡ്ഡു പൊട്ടിയേ, പെണ്ണിന്റെ കൊഞ്ചല് കണ്ട് ലഡ്ഡു പൊട്ടിയേ, ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പം വട്ടം കറിങ്ങളിയ. അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ചേ, അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ചേ. പെണ്ണിന്റെ പുഞ്ചിരി കണ്ട് ലഡ്ഡു പൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലഡ്ഡു പൊട്ടിയേ, പെണ്ണിന്റെ നുണക്കുഴി കണ്ട് ലഡ്ഡു പൊട്ടിയേ, ഒടുവിൽ പെണ്ണിനെ കെട്ടിയപ്പം വട്ടം കറിങ്ങളിയ. അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ചേ, അയ്യോ രാത്രി ഇത്തിരി പൂത്തിരി കത്തിച്ചേ. வீட்டுக்கு வாசப்படி வேணும், அந்த கூத்துக்கு பாட்டுக்கு தாளச்சொடி வேணும். ഇടവപ്പാതി വന്നെന്റെ നാവുകളിൽ മൊഴിഞ്ഞു, കാറ്റുണർത്തു വെപ്പുമരത്തണലിൽ ഞാനിരുന്നു. കുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു, ചാൽത്തളമോതിരം ചാർത്തി നീ അണഞ്ഞു. മഞ്ഞു പെയ്യണ മരം കുളിരണ വെപ്പുമരത്തണലിൽ ഞാനിരുന്നു. കുഞ്ചവയൽ പഞ്ചമി ചന്ദ്രകല കണ്ടു, ചാൽത്തളമോതിരം ചാർത്തി നീ അണഞ്ഞു. കണ്ണൻ വന്നെത്തും നേരം, കണ്ണിൻ കടവിന്റെ താളം, ഇടവാപ്പയലിന്റെ താളം, മധുരപ്പൂന്റെ നിലാവ്, നിറയണ പതയണ കാത്തിരിക്കും നെഞ്ച്. മഞ്ഞു പെയ്യണ മരം കുളിരണ മകരമാസ പെണ്ണെ, മലയിറങ്ങി പുഴയിൽ മുങ്ങി വാ. കുഞ്ഞു നെഞ്ചിലെ കുയിലുറങ്ങണ കുയില് വെൽക്കും കാറ്റിൽ, കൂവളത്തിന് കണ്ണു പൊത്താൻ വാ. സന്തോഷേട്ടാ ഏതെങ്കിലും കാളരാഗമെങ്കിലും പാടി രക്ഷപ്പെടാൻ പാടും. അല്ലല്ല, നീ പാടുന്ന പാട്ടൊന്നും ഞാൻ പാടൂല. ബൈ, ഒരു മിനിറ്റ്. ഹലോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇവര് തമ്മിൽ വഴക്കാവും. അവരെന്നോട് പറയുമ്പോ അതല്ല ഞാനല്ല മറുപടി. സന്തോഷേട്ടാ അടുത്തിട്. നിങ്ങൾ ഈ പറയുന്ന പാട്ട് കരോക്കേനോടൊപ്പം പാടിയാൽ ഇത് ആവുള്ളൂ. അല്ലാതെ അവിടെ ഇടുന്ന അവർക്ക് 72 ഏതെങ്കിലും ഒന്നിലേ ഇടാൻ പറ്റൂ. അത് നിങ്ങൾക്ക് ഏത് പാട്ട്, ഇത് ഈ പാട്ടെന്നല്ല. അതിപ്പോ അവർ ആ മ്യൂസിക് ഇട്ട് നോക്കട്ടെ. നിങ്ങൾ എന്റെ പാട്ടെന്നല്ല, നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ പാടാൻ പറ്റും. നമ്മളിവിടെ വരുമ്പോ ഒരു തമാശക്ക് ഒരു പാട്ട് തുടങ്ങി, അവിടുന്ന് പിടിച്ചിട്ട് പിന്നെ ഇതിങ്ങനെ സന്തോഷേട്ടാ അടുത്ത് കൊടുക്കാം. ഒരു രസം. ഓക്കേ, അപ്പൊ ഇതിലും ദാ ഇന്നത്തെ എപ്പിസോഡില് 2 പേര് നമ്മുടെ ഈ ഒരു ഇവന്റിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നിത്യ ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ നവ്യ ചേച്ചിയും. സോ കഴിഞ്ഞ തവണ ഇവിടുന്ന് പോയിരുന്നു, അതിനുശേഷം ഇപ്പോഴാണ് ഇവിടെ പൊങ്ങണേ. അതിനുശേഷം എന്തൊക്കെയായിരുന്നു ഫീഡ്ബാക്സ് എപ്പിസോഡ് എയർ ചെയ്ത് കഴിഞ്ഞപ്പോ? അയ്യോ, എന്റെയും ഷിയാസിനെയും പാട്ടായിരുന്നു. എല്ലാരും പിന്നെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ടായിരുന്നു പാടുക. അവന്റെ മുന്നിൽ തന്നെ പറയണം, അവന്റെ മുന്നിൽ തന്നെ പറയണം. അത് പണിപ്പാളും. അടുത്ത തവണ മുതൽ ഇനിയിപ്പം ഈ എപ്പിസോഡ് വന്നു കഴിയുമ്പോൾ, ഈ ഇവന്റ് വന്നു കഴിയുമ്പോൾ സന്തോഷത്തിന്റെ കൂടെയുള്ള പാട്ടെന്ന് പറയും. സൂപ്പർ പവറിൽ ആദ്യമായിട്ടാണ് 2 ഫീമെയിൽ ഗെസ്റ്റ് ഒരുമിച്ച് ഒരു വേദിയിൽ എത്തണേ. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. അതിനേക്കാളും ഹാപ്പിനെസ് ഇവരുടെ 2 ഫേസിലാട്ടോ. കാരണം ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങൾ 2 പേരും. ഈ ഫ്രണ്ട്ഷിപ്പ് എവിടെയാ സ്റ്റാർട്ട് ചെയ്യണേ? ഒരു പുച്ഛം അല്ലല്ല, നമ്മള് അമ്മ അസോസിയേഷൻ അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ഒന്നും ആയിട്ടില്ല. ഇറങ്ങി അപ്പൊ തന്നെ നമ്മൾ പരിചയപ്പെട്ടു. വേഗം പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ഈ ഫസ്റ്റ് ടൈം കണ്ടപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരുന്നു അഭിപ്രായം? വലിയ അഭിപ്രായമൊന്നുമില്ല. ഒക്കെ ഭയങ്കര കളർ ആയതുകൊണ്ട് എനിക്ക് പണ്ടേ ഇഷ്ടമായിരുന്നു. ഹസ്ബൻഡിനെ പിന്നെയാണ് പരിചയപ്പെടുന്നത്. ആരുടെ ഹസ്ബൻഡ് എന്താ 15 വയസ്സുള്ള ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല അയ്യോ അവരൊന്ന് പറഞ്ഞോട്ടെ. നിനക്ക് ആദ്യമായിട്ട് കയ്യടി കിട്ടിയോടാ, ആദ്യമായിട്ട്. ശരി, ഇവിടുന്ന് വലിയ അഭിപ്രായം ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ടൈം കണ്ടപ്പോ? ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. നല്ല ഇഷ്ടമായിരുന്നു കണ്ടപ്പോ തന്നെ. കാരണം നവ്യ മാത്രല്ല, നവ്യയുടെ ബ്രദർ, അമ്മ, അച്ഛൻ,
നമ്മൾ കൂടിയ സമയത്ത് നമുക്ക് തോന്നി നമ്മളെ പോലത്തെ ഒരു ഫാമിലി എന്ന് പറയില്ലേ, നമുക്ക് കൂടാൻ പറ്റിയ ആൾക്കാർ ലോക്കലായിട്ടുള്ള ഇവരെക്കാൾ ഇവരുടെ ബ്രദർ ആയിട്ടാണ് ഫ്രണ്ട്ഷിപ്പ്. അത് കുഞ്ഞു വാവായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു മൂകാംബിക ട്രിപ്പ് ഒക്കെ പോയി. സത്യമായിട്ടോ ഞങ്ങള് ഫാമിലി എല്ലാവരും ഒരുമിച്ചിട്ട്. അന്ന് എനിക്ക് മൊബൈലില്ല. മൂകാംബികയിലേക്ക് പോകുന്നു അല്ല, ആ സമയത്തൊന്നും എനിക്ക് വളരെ സെലിബ്രിറ്റി ആയിട്ട് ഇവർക്ക് 2 ഉണ്ടായിരുന്നു. എങ്ങനെ വിശ്വസിച്ച് കൊടുക്കും? അല്ല, ഇന്നൊരു മൊബൈല് പ്രതീക്ഷിക്കാം. ദയവ് ചെയ്ത രൂപേണി മൊബൈലിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഈ മൊബൈലില് എന്നൊക്കെ തന്നു സഹായിക്കണത് ഇവളായിരുന്നു. പറയണോ? ആ മൊബൈൽ തന്ന് സഹായിക്കാന്ന് പറയുമ്പോ അതിൽ എന്തോ ഉണ്ടല്ലോ അതൊന്നും പറയാൻ അങ്ങനൊന്നുമില്ല. എനിക്ക് പേടിയാ. 2 പ്രാവശ്യം അമർത്തി ചോദിച്ചൊക്കെ പറഞ്ഞു കളയോ. അമർത്തി ഒന്ന് രണ്ടുപേരും കൂടെ ചെയ്തിട്ടുള്ള ഈ കുരുത്തക്കേടുകൾ എന്തൊക്കെയാ? കാരണം ഇപ്പൊ തന്നെ ഭയങ്കര ഞങ്ങള് തമ്മിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്നാലും ഒരെണ്ണം അതാ പറഞ്ഞ പുറത്ത് പറയാൻ പറ്റില്ല ഒരെണ്ണം പോലും. അതാണ്. ഇന്ന് ഞങ്ങൾ പുറത്ത് പറയിപ്പിക്കും. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സൂപ്പർ പവർ ആണല്ലോ. ഇവിടെയാണെങ്കിൽ 2 തവണ അമർത്തി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിക്കാം. അടിമാലി ചവിട്ടി ചോദിച്ചാലും ഞാൻ അടിമാലി, നിന്റെ ടീമിൽ എന്താണ് ഒരു ബ്രിട്ടീഷുകാരൻ നിക്കണേ? ഏതാ? അടുത്ത നിർമ്മ പാരാഴി നിത്യാദാസിന്റെ ശബ്ദം കൊടുക്കാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാന്യസസ്യന് വന്ദനം. ശരി, ഒരാൾക്ക് ശബ്ദം കൊടുത്തില്ലെങ്കിൽ നിത്യേനാണെങ്കിൽ അവൻ എടുക്കും. ഞാൻ അന്നൊരു പാട്ട് പാടിയായിരുന്നു. ആ ഇഷ്ടം എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. വന്നോടനെ നീ പറഞ്ഞ കമന്റ് പറയട്ടെ. അങ്ങനെ തെറ്റിദ്ധരിക്കണം. എന്നാ ഞാനൊരു കീറുകടയും കീറട്ടെ. അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, അതായത് ഇൻട്രോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഒന്ന് നമ്മൾ അരമണിക്കൂർ നേരത്തെ ഒന്ന് അവിടെ കൊണ്ട് ഇരുത്തിപ്പോയി. അപ്പൊ തന്നെ ഒരുപാട് പേർക്കിട്ടിട്ട് ഇവർ ഇങ്ങനെ കൗണ്ടർ അടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞത് അവിടെ ഇരുന്നപ്പോ പറഞ്ഞത് അത് പറയട്ടേടി എന്നൊക്കെ കുറെ ചോദിച്ചു. ശരി, നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞ കൗണ്ടേഴ്സ് ഒന്നും ഇവർ പറയുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ തരാൻ പോകുന്നത് എന്താ? ഒരു പെർഫോമൻസ് വേണമെങ്കിൽ ഒരു ഉമ്മ തരാം നിനക്ക്. ഞാൻ അങ്ങോട്ട് പറയാൻ പറഞ്ഞേ. ഞാനിവിടെ അല്ലേ? അല്ല, അവര് എന്തോ തരുന്നു. അത് നടുക്കിലേക്ക് ഞങ്ങള് പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. വെറുതെ കൊതിപ്പിച്ചു. അല്ല, പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുക്കും. നീ അവിടെ നിന്നാ മതി. അയ്യടാ, അല്ല, ഒരു പാട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരു ഞങ്ങൾ പണ്ടേ ചങ്സാ. പാടുവോ? ശരി, പാടൂ. ഞാനും നീയും കൂടി പാടി. ഞാൻ പാടി ചേട്ടന്റെ പാട്ടിന് കറക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് രണ്ടുപേരും പാടിയല്ലോ. മറ്റേ ശ്രീവിദ്യ ചോദിച്ചോലെ ഏത് പാട്ട് പാടണം അല്ലേ? എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ പ്രശ്നമില്ല. എനിക്കറിയാം, ഇവർക്കറിയാവുന്ന എനിക്ക് സംശയം എന്നൊക്കെ അവള് പറയണേ. ശരി, എല്ലാവരും ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചൊല്ലുകയും ചെയ്യാം. നല്ല കോമഡി ആയിട്ടില്ല. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. വാദ്യഘോഷാദികൾ കൊണ്ടുവാ, കൊണ്ടുവാ.
ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ പുറങ്കൊട് മുത്തട് കുറങ്കൊട് നഗരതീരങ്ങളിൽ ലഹരിയിൽ മുഴുകവേ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹോ കൊണ്ടുവാ. അപ്പൊ സൂപ്പർ പവറോട് കൂടി ഞങ്ങൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അപ്പൊ ചങ്സിന് എന്താ പറയാനുള്ളേ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? അതായത് എപ്പോഴും ഇൻ ടച്ച് വെക്കുന്ന ആൾക്കാരാണോ? അല്ല, ഞങ്ങള് എപ്പോഴും ഒന്നും ഇൻ ടച്ച് വെക്കില്ല. ഇല്ല. പക്ഷെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അത്രയും നാളത്തെ ഗ്യാപ്പിലുള്ള മുഴുവൻ കാര്യങ്ങളും അയ്യോ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. ശരി, അപ്പൊ ഇന്ന് ഇവര് രണ്ടുപേരും കൂടെ നമ്മുടെ കൂടെ കൂടാൻ പോവാണ്. എനിക്ക് ഉറപ്പാണ്. അതായത് ഇവർ രണ്ടുപേരും ഓരോ ടീമിലും ആവും, ഓരോ ഗെയിമും കളിക്കും, ആടിയും കൊള്ളും. സത്യം. നമുക്കിന്ന് അങ്ങനെ വെച്ചാലോ? എനിക്ക് ഏത് ടീം വേണം? ഇവിടുന്ന് നമ്മള് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എനിക്ക് നവ്യ ഏത് ടീമിലാണ്? എനിക്ക് നവ്യയുടെ കൂടെ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഒരു ടീമിൽ ഏതെങ്കിലും ടീമിൽ നിന്ന് അടി കിട്ടിയേ പറ്റൂടെ? അല്ലെ, എന്തറിയോ ബിനിച്ചേട്ടന്റെ പറയട്ടെ, ചുമ്മാ തമാശക്കാണ്. ഇവക്ക് പൊതുവെ ഇത്തിരി ടാൻഡ് ആയിട്ടുള്ള ആണുങ്ങളെയാണ് ഇഷ്ടം. എനിക്ക് അത്ര വെളുത്ത ആണുങ്ങളെ ഇഷ്ടമില്ല. എനിക്ക് കുറച്ച് ഷിയാസിന് ഭയങ്കര സങ്കടം. ആയിട്ടുള്ള ആണുങ്ങളെയാണ് ഇഷ്ടം. ടാങ്ക് എന്ന് പറയുമ്പോ ടാങ്കല്ല ചേട്ടാ, താടി വേണം. താടിയില്ല ചേട്ടാ. ഞാൻ വളർത്താം. താടി ഉണ്ടെന്ന് അവിടെ. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? മകൾക്ക് കല്യാണം കഴിക്കാനായി, എന്നിട്ട് അമ്മ കിടന്നിട്ട് ഇവിടെ സങ്കല്പം പറയാ. അതൊന്നും നീ ഇവിടെ പറയണ്ട. ഞാന് ബിനീഷിനെ കാണിച്ചെടുത്തപ്പോ അവള് പറഞ്ഞു ചുമപ്പ് ഷൂസും കറുത്ത കണ്ണാടിയും മഞ്ഞ ടീഷർട്ടും. ഒന്നും മനസ്സ് തുറക്കില്ല. ശരിയായി പോടാ. എന്നിട്ട് എന്നോട് പറയാ, അല്ലടി ഈ പട്ടാപ്പകൽ ഈ ഫ്ലോറിൽ ആരടി സ്പെക്സ് ഒക്കെ വെച്ച് തരുന്നത്? ഇനി എന്തെങ്കിലും കൂടെ സങ്കല്പത്തിൽ ബാക്കിയാണ്? അല്ല, സങ്കല്പത്തിലുള്ള പുരുഷനെ പറ്റി പറയാന്ന് നിനക്കോ കിട്ടിയില്ല? എനിക്ക് കിട്ടിയില്ല, അവൾക്ക് കിട്ടിയില്ല. നമുക്ക് വെറുതെ പറഞ്ഞെങ്കിലും തീർക്കാലോ. ചേച്ചി, ഞാൻ പണ്ടൊരു മാഗസീനിൽ വായിച്ചിട്ടുണ്ട്. ചേച്ചിയുടെ കല്യാണത്തിനൊക്കെ മുൻപ് ചേച്ചിക്ക് അരവിന്ദ് സ്വാമിയെ പോലത്തെ. അരവിന്ദ സ്വാമി ആയിരുന്നല്ലോ എനിക്ക് ഇഷ്ടം. ആളുടെ പേര് അരവിന്ദാണ്. കാണാൻ കുറച്ച് അരവിന്ദ സ്വാമി എവിടെയോ. പിന്നെ ഒരു മിനിറ്റ് ഇത് കേൾക്കുമ്പോ വിക്കിക്കൊരു സന്തോഷം ഉണ്ടാവും, അവൻ അരവിന്ദ സ്വാമിയെ പോലെയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അരവിന്ദ സ്വാമി കേൾക്കണ കാര്യം നീ അരവിന്ദ സ്വാമിക്ക് വിക്കി അറിയില്ല. പുള്ളി അരവിന്ദാണ്. ഇടയ്ക്ക് എല്ലാ വർഷം മാലയ്ക്ക് മല ഇട്ടിട്ട് സ്വാമിയാവും. മാലയ്ക്ക് മലയിടോ? മലയ്ക്ക് മാലയിടും. മലയ്ക്ക് മാലയിട്ടിട്ട്. അല്ല, നീ എന്തുദ്ദേശാറ് പറഞ്ഞ സമയമില്ലേ കഴുത്തിൽ മാലയിടും? അത് വെച്ചോ അതൊരെണ്ണം നുള്ളി ഇങ്ങോട്ട് വെച്ചോളാ. എന്നിട്ട് വേണം അവരൊന്ന് സംസാരിച്ചോട്ടെ. ഇതിപ്പോ എന്തിനാണ് നമ്മൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞില്ലേ? ചിലപ്പോ വീട്ടിലെത്തിയ കാര്യം ഉണ്ടാവും. അത് നല്ല കാര്യം ഉണ്ടാവും. ശരി, ഒരു കാര്യം ചെയ്യാം. എന്തായാലും ബിൻചേട്ടൻ ഇപ്പൊ ചമ്മി നിൽക്കുകയാണ്. ആ പൂവൊക്കെ വെച്ച് മുഖമൊക്കെ മറച്ചോണ്ടിരിക്കുമ്പോ ഒന്നും കൂടെ കയറി ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പാട്ട് പാടിയല്ലോ ബിൻചേട്ടാ? എനിക്കും നവ്യക്കും വേണ്ടിട്ട്. ധന്യക്കും വേണ്ടി, നവ്യക്കും വേണ്ടി. മൊത്തം ഞാൻ പറഞ്ഞേട്ടാ, രണ്ടുപേർക്കും ഞാൻ ഏത് പേട്ടാ പാടലേന്ന് അതും കൂടി. ഏതെങ്കിലും ഒരു പാട്ട് പറയുവാണെങ്കിൽ ഞാൻ ഈ മൈക്ക് പാടിക്കോ പാട്ടുകാരൻ. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയട്ടെ. ചിലപ്പോ ബിൻചേട്ടന് പാടാൻ പറ്റും. ഓം മൃദുലേ ഹൃദയ മുരളിയിൽ. ഇത് മറ്റേ പുള്ളി പാടിയതാണ് ട്രെയിനിൽ വെച്ച്. കണ്ടില്ലേ 10ാം ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അവരെ പേരും കൂടെ അങ്ങനെ കഴിഞ്ഞ വർഷമുള്ളത് പോലും കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല. അപ്പോൾ 10ാം ക്ലാസ്. ഹൃദയമുരളിയിലൊഴുകിവാ ഓ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ നിന്നിഴലാ അലയും പ്രിയനെ മറന്നുവോ മൃദുലേ ഹൃദയമുരളിയിലൊഴുകിവാ ഹൃദയമുരളിയിലൊഴുകിവാ.
ഇത് നവ്യക്ക് വേണ്ടിയിട്ടാണല്ലോ, ആരൊക്കെയോ പാടിയ പാട്ടാണല്ലോ. ഓക്കെ ശരി, എനിക്കില്ലേ അവൾ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഏത് കാമുകന്റെ പാട്ടാന്ന് എനിക്കറിയില്ല. ഇത് ഏത് കാമുകന്റെ പാട്ടാ? എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ ബുദ്ധിമുട്ടാവും. ഓരോരോ കാമുകന് ഓരോ പാട്ടാ. വെറുതെ ഹരിപ്പാട് അച്ഛന്റെ അടുത്ത് ചെല്ലുമ്പോ, ഹരിപ്പാട് വീട്ടിൽ ചെല്ലുമ്പോ വെറുതെ ചേഞ്ച് ആടുന്ന സൈക്കിളോട്ടൊന്ന് പോയാൽ മതിയായിരുന്നു. എന്റെ അച്ഛന്റെ വീട് ഹരിപ്പാടാണ്. പുള്ളിക്ക് അങ്ങനെ തന്നെ വേണം. അപ്പം ഈ പാട്ട് ഞാൻ നവ്യക്ക് വേണ്ടിയിട്ട് പാടി. എങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ പാടാം. ഏത്? ഇഷ്ടം എന്ന സിനിമയിലെ ഒരു പാട്ട്. അപ്പൊ ഞാനോ? ഉണ്ട്, അത് വരുന്നുണ്ട്. എല്ലാരുടെ അടുത്ത് ഇത് തന്നെ പറയണേ. വരുന്നിടത്തൊക്കെ ഇതേ ഇത് അവന്റെ അസൂയ. വേറെ ഒന്നുമല്ല. നവ്യ നിൽക്കാൻ ഞാൻ പറയാം. നവ്യ ഒരു സാരി പറഞ്ഞു, ഈ കളറാണ് എനിക്ക് ഇഷ്ടം, മാത്രം ഇല്ലാന്ന്. ആ സാരി ഉടുത്തോണ്ട് നവ്യ വന്നപ്പം, നവ്യ സാരിയുടെ ഇവിടെ നൂല്, ആ നൂല് പറിച്ചു കൊടുക്കണം. അത് ചോദിച്ചു നോക്ക്. നിൽക്കാൻ ഞാൻ പറയാ അല്ലേ? ഒരു നൂല് പൊങ്ങി നിൽക്കും, അത് പറിച്ചു കളയാൻ ഞങ്ങളുടെ നോക്കാറുണ്ട്. നീ നിന്റെ ഒരു നൂലെങ്ങാനും വലിച്ചു കഴിഞ്ഞാൽ നീ കോളർ മാത്രമായിട്ട് ഇവിടെ നിൽക്കേണ്ടി വരും, കാണേണ്ടി വരും. ഒറ്റ വലിയൊരു നൂല്, എല്ലാ കൈ താഴെ, കാല് താഴെ, മേല് താഴെ, കോളർ നീ പറയത്തില്ല. കഴിഞ്ഞ പാട്ടിന്റെ പരാജയത്തിൽ മനം നൊന്ത് അടുത്ത പാട്ടിലേക്ക് കിടക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. സൂപ്പർ, അടിപൊളി. ശരിയായി പോയി. അടിപൊളി അടിപൊളി. ഏതായാലും ഈ ഒരു സോങ്ങോട് കൂടി നമ്മളിതാ നമ്മുടെ സൂപ്പർ പവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോ, അപ്പൊ ഇത്ര നേരം ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ അറിയാണ്ട്. യെസ്, ഇത് സൂപ്പർ പവർ. ഇനി കളർ